പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് പപ്പടം. പൊതുവെ എല്ലാവരും പപ്പടം എണ്ണയിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പപ്പടം എങ്ങനെ ചുട്ടെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ കനലടുപ്പ്, അതായത് വിറകടുപ്പുണ്ട്, വിറകിന്റെ കനലിന്റെ മുകളിൽ വെച്ച് അങ്ങനെ ചുട്ടെടുത്ത് ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമുക്ക് കേരളത്തിന് പുറത്തുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ പപ്പടം ചുട്ടെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പാന വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ദോശ ഉണ്ടാക്കുന്ന തവയില്ലേ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം ഇത് നന്നായിട്ട് ചൂടാകണം. തീ കൂട്ടി തന്നെ ഇട്ടേക്കുന്ന. അപ്പൊ നന്നായിട്ട് ചൂടായ തവയിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം ഇട്ടിട്ട് ഇങ്ങനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോ എന്റെ കയ്യിൽ നമ്മുടെ കേരള പപ്പടം അല്ല, മസാല പപ്പടമായി ഇവിടുത്തെ. അതിന്റെ മസാലകളാ ഇടയ്ക്ക് കറുത്തിരിക്കുന്നത്, പിന്നെ ഇടയ്ക്ക് കുഴിയൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളി പപ്പടം അല്ല. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ചൂട് നിങ്ങളുടെ ഇത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണം. ഞാൻ ഇടയ്ക്കൊന്ന് കുറച്ചായിരുന്നു, ഇപ്പൊ വീണ്ടും കൂട്ടി. ഒരേ സീഡ് തന്നെ ഇട്ടങ്ങ് മൂപ്പിക്കരുത്, അത് കരിഞ്ഞു പോവും. എന്നിട്ട് ഈ പൊങ്ങി വരാത്തടം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, പപ്പടം റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് പോലും വേണ്ട ഒരെണ്ണം റെഡിയാവാൻ. ചൂടിന്റെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തവയുടെ ചൂട് എങ്ങനെ ഉണ്ടെന്ന് ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പൊ ഇനി പപ്പടം ഇഷ്ടമുള്ളവര്, എണ്ണയ്ക്കകത്ത് മൊരിച്ചെടുക്കുന്ന പപ്പടം കഴിക്കാൻ പറ്റാത്തവര് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെ ഈ തവയിലിട്ടല്ലേ ചെയ്യുന്നത്. അവര് ഡയറക്റ്റ് തീക്കകത്ത് പിടിച്ചാ ചുട്ടെടുക്കുന്നേ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അത്. പക്ഷെ നല്ല പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് കൂടുതൽ ഭാഗവും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനീ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇതാവുമ്പോ ഒട്ടും കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലതായിട്ട് കിട്ടും. അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാ. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും ചുട്ടെടുക്കാം. ഒരു പപ്പടം ഞാനൊന്ന് ഒടിച്ച് കാണിക്കാം. ഇത് കണ്ടോ, നല്ല ക്രിസ്പി അല്ലേ? വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഒരു പുതിയ ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.